my God, Sanjana, I was just give me a minute. Sanjana. 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 Sanjana, don't be childish. ഈ കോർപ്പറേറ്റ് കൾച്ചറിൽ ഇതൊക്കെ കോമൺ ആണ്. ലുക്ക് സഞ്ജന, ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാ. വെറുതെ ന്യായീകരിക്കാൻ നോക്കണ്ട അരവിന്ദ്. ഇറ്റ്സ് യുവർ ലൈഫ്, നിന്റെ ഇഷ്ടം. ഐ എം നോട്ട് സ്റ്റോപ്പിംഗ് യു. പ്ലീസ് സഞ്ജന, ജസ്റ്റ് ലിസൺ ടു മീ. മൂവ്. സഞ്ജന, സഞ്ജന ഒന്ന് നിൽക്ക്. അപ്പോ എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഇനിയും വിശ്വസിക്കണോ? ഇത്രയും കാലം നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ചത് എന്റെ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ എന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. I'll send you the divorce papers. Sign it. Divorce? ഇത്ര ചെറിയ കാര്യത്തിനോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്റെ പാരന്റ്സ് തള്ളി പറഞ്ഞ് എന്റെ കൂടെ വന്നു. ഇപ്പോ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എവിടെ പോവാടി? നീ എങ്ങനെ ജീവിക്കും? That's the difference. ഇത്രയും കാലം നീയും ഞാനും ഒരുമിച്ച് ജീവിക്കുന്നെന്നാ ഞാൻ കരുതിയ. പക്ഷെ നിന്റെ വിചാരം ഞാൻ ജീവിക്കുന്നത് നിന്റെ ഔദാര്യത്തിലാണെന്നാ. വേറൊരുത്തിയുമായി നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കരുതിയല്ല ഞാൻ പോന്നെ. നമ്മൾ തമ്മിൽ ഇനി ഒരു റിലേഷൻഷിപ്പും വേണ്ടെന്ന് വെച്ചിട്ടാ പോണേ. റിയനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെ? റിയ എന്റെ മോളാണ്. അവൾ എന്റെ കൂടെ നിൽക്കും. സ്റ്റോപ്പ്. You can't just walk away from me like that. റിയ ഞാൻ വിട്ടു തരില്ല. നീ എവിടെയാണെങ്കിലും ഞാൻ വരും. ഇതാണ് സിഇഒയുടെ ക്യാബിൻ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. പ്ലീസ് സിറ്റ്. മിസ് സഞ്ജന, റൈറ്റ്? യെസ് സർ. രാഹുൽ സാർ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. സാർ പറഞ്ഞതിന്റെ പേരില സഞ്ജനയെ ഞങ്ങൾ ഈ ഇന്റർവ്യൂവിന് വിളിപ്പിച്ചത്. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് സഞ്ജനയ്ക്ക് പറ്റുന്ന ജോബ് വേക്കൻസി ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. സർ അങ്ങനെ പറയരുത്. ഒരുപാട് പ്രതീക്ഷ ഞാൻ ഇങ്ങോട്ട് വന്ന. എന്ത് ജോലിയും ഞാൻ ചെയ്യും, ഈവൻ ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും. മിസ് സഞ്ജന, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞങ്ങളുടെ കമ്പനിയുടെ പ്രോട്ടോകോൾ ലംഘിച്ച് ഇവിടെ ഒരു ജോലി തന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആവും. ഐ കാൺട്ട് ഹെൽപ്പ് യു. ഐ എം വെരി സോറി. ഓക്കെ സർ, താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ, യാരേനു, നമ്മുടെ സൂംബ ഇൻസ്ട്രക്ടർ എന്നും വന്നിട്ടില്ല. ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ എംപ്ലോയീസ് ഒക്കെ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങി സർ. രേനു, റിക്രൂട്ട് സംവൺ എൽസ്. ഓൺലൈനിൽ ഒരു ആഡ് പോസ്റ്റ് ചെയ്യ്. ഡു ഐ നീഡ് ടു ടെൽ ഓൾ ദിസ്? ഇത്രയും വലിയൊരു സിറ്റിയിൽ ഒരു സൂംബ ഇൻസ്ട്രക്ടറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ? സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ആർ യു എ ക്വാളിഫൈഡ് സൂംബ ട്രെയിനർ? അല്ല, സ്കൂളിലും കോളേജിലും ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. മിസ് സഞ്ജന, ഡാൻസ് ആർക്കും കളിക്കാൻ പറ്റും. സൂംബ ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് സിഇഒസ്, എക്സിക്യൂട്ടീവ്സ്, ടീം മെമ്പേഴ്സ് ഒക്കെ. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ അത് പ്രോബ്ലം ആവും. സർ, ഒരു പ്രോബ്ലം വരാതെ ഞാൻ നോക്കിക്കോളാം. ഈ ജോബ് എനിക്ക് അത്യാവശ്യമാണ്. സഞ്ജന, ഞാൻ പ്ലീസ് സർ, ജസ്റ്റ് വൺ ചാൻസ്. ഓക്കെ, ഞാൻ എന്റെ സ്വന്തം റിസ്കില് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുകയാണ്. ബട്ട് റിമെമ്പർ, ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. ഓക്കെ സർ. രേനു, സർ, ഷോ ഹർ ദ എറോബിക് സ്പേസ്. ഷുവർ സർ, പ്ലീസ്. Thank ഓൾ you, ദി sir. ബെസ്റ്റ്. സോ ഇതാണ് ഹാൾ. ഹാഫ് ആൻ അവറിൽ എല്ലാവരും ഇവിടെ എത്തും. ഐ ഹോപ്പ് യു ഡോണ്ട് ലൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആവശ്യക്കാർ ഒരവസരവും നഷ്ടപ്പെടുത്തില്ല. ഓൾ ദി ബെസ്റ്റ്. ക്യാരി ഓൺ. നിന്റെ പാരന്റ്സ് തള്ളി പറഞ്ഞ് എന്റെ കൂടെ വന്നു. ഇപ്പോ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എവിടെ പോവാടി? നീ എങ്ങനെ ജീവിക്കും? ഒരു കുഞ്ഞിനെ കൊണ്ട് ഇത്രയും വലിയ സിറ്റിയില് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്താലും നമുക്ക് വേണ്ടിയായിരിക്കണം. നമ്മൾ അവതരിപ്പിക്കുന്ന എന്തും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അത് മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
നൈസ് പെർഫോമൻസ്. താങ്ക് യു സർ. എന്റെ ജോബ് ടാലന്റിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാന്ന് പ്രൂവ് ചെയ്തു താൻ. യു ഗോട്ട് ദിസ് ജോബ്. താങ്ക് യു വെൽക്കം ടു ദ കമ്പനി. രേണു, Sir. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദ പേപ്പേഴ്സ്. ഓക്കെ സർ. അല്ല ഇതിപ്പോ ഒരുപാട് ദൂരമായല്ലോ. എടി സിറ്റിയിൽ ജീവിച്ച ആരെങ്കിലും ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് ജീവിക്കോ? അല്ല നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? അതായത് സിറ്റിയില് എല്ലാവർക്കും അയൽക്കാരുടെ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റാ. ഇവിടെ അങ്ങനെയല്ല. ആരും എന്നോട് ഒന്നും ചോദിക്കാൻ വരില്ല, ആരോടും മറുപടി പറയേണ്ട കാര്യവും ഇല്ല. ഈ ഒരു അവസ്ഥയില് ഒറ്റയ്ക്ക് താമസിക്കുന്നതാ പറ്റും. ഇവിടെ വാടകയും കുറവാ. മോളുടെ സ്കൂൾ ഫീസ് ഒക്കെ അടയ്ക്കാനുള്ളതല്ലേ. ഇവിടെ തന്നെയാ. അതൊക്കെ പോട്ടെ, ആ ബ്രോക്കർ എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടി. നിങ്ങൾ ആ സുബ്രഹ്മണ്യന്റെ കെട്ടിയോളെ കൂടെ ഒളിച്ചോടി പോയിന്ന് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അവളോടൊപ്പം പോകുന്നത് നീ സ്വപ്നം കണ്ടതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടി, ഇന്നത്തെ കാലത്ത് ആരും ഒളിച്ചോടി പോകുന്നില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞോണ്ട് തന്നെ. നീ ഇങ്ങനെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ നിന്നാലേ ഞാൻ കേസ് കൊടുക്കട്ടോ. ആ വരണം മാഡം. വന്നാട്ടെ വന്നാട്ടെ. ആരായിരുന്നു ഫോണില്? എന്റെ കെട്ടിയോളാ മാഡം. അവൾക്ക് സംശയരോഗ. പുറത്തിറങ്ങിയ സംശയം, ബാത്റൂം പോയ സംശയം. എന്ത് പറയാനാ മാഡം? അവളുടെ മുന്നിൽ വെച്ച് ടിവിയിലെ പെണ്ണുങ്ങളെ നോക്കിയ പോലും സംശയ. ജീവിതം കോഞ്ഞട്ടായി മാഡം. വീട്ടിലേക്ക് പോകുമ്പോ ജയിലിലേക്ക് പോകുന്ന ഫീലാ മാഡം. ഇപ്പോഴത്തെ ഭാര്യമാരെല്ലാരും ഇങ്ങനെയാ. ഭർത്താവ് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടാ മതി, ഉടനെ വനിതാ കമ്മീഷനിൽ പോയി പറയും. മാഡം, നിങ്ങൾക്കും നിങ്ങളുടെ വനിതാ കമ്മീഷനും എന്റെ കൂപ്പ് കൈ. ആ പിന്നെ മാഡം, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഓണർ എന്നറിയാ ഇവിടെ ഉണ്ടാവില്ല. ഇനി മുതല് ഈ വീടിന്റെ ഓണർ നിങ്ങൾ തന്നെ അപ്പൊ ആയിരിക്കും. വീട് വിൽക്കാൻ പറ്റും? സ്വന്തം വീട് പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. ഓ, നിന്റെ ബെഡായി ഒക്കെ പിന്നെ കേക്കാം. ആദ്യം വീടൊന്ന് കാണിക്കേ. വരൂ മാഡം, കാണിച്ചു തരാം.